ഇവിടെ ഒരുത്തൻ കുറെ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പ് കതക് തുറന്ന് അകത്ത് കയറി. കാരണം ഈ കോട്ടക്കകത്താണ് വലിയൊരു നിധിയുള്ളത്. ചെറിയ പ്രായം മുതൽ അത് എടുക്കുന്നതാണ് അവന്റെ ജീവിതാഭിലാഷമായി കാണുന്നത്. ഇപ്പൊ വലിയവനായതും അത് എടുത്തിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ചു വന്നിരിക്കുകയാണ്. സോ കുറെ ദിവസങ്ങൾ അവിടെ തന്നെ നിന്ന് അവസാനം അതുള്ള സ്ഥലം കണ്ടുപിടിച്ചു. ഇപ്പൊ കിട്ടിയ നിധിയുമായി അവന്റെ വീട്ടിലേക്ക് എത്തിയതും ഇവനെ കണ്ട അവന്റെ വൈഫിന് തന്നെ മനസ്സിലാകാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. അതിൽ നിന്നൊരു സ്വർണ്ണക്കോയിൻ കൊണ്ടുപോയി ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം തിരിച്ചു കൊടുത്തു. അങ്ങനെ ദിവസവും ആ കോട്ടയിൽ നിന്ന് സ്വർണ്ണക്കോയിൻ എടുത്ത് അവന്റെ എല്ലാ കടങ്ങളും തീർത്തു. അടുത്ത കുറച്ച് വർഷത്തിൽ തന്നെ വലിയൊരു പണക്കാരനായി മാറി. ഇത് കണ്ട അവന്റെ ഫ്രണ്ടിനും ഇവനിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് അറിയാൻ ചെറിയൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഹീറോ പോലും അറിയാതെ അവന്റെ പിന്നാലെ ആ കോട്ടയിലേക്ക് വന്നു. എന്നാൽ അയാൾ തന്റെ പിന്നിലുള്ളത് മനസ്സിലാക്കി മനഃപൂർവ്വം അയാൾ കാണുന്ന രീതിയിൽ ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അവിടെയുള്ള ഒരു കിണറിന്റെ അകത്തേക്ക് കയറിട്ടിറങ്ങി. അത് ഇവന്റെ ഫ്രണ്ട് ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ ആ ടിഫിൻ ബോക്സ് ഇല്ലാതെ ഗോൾഡ് കോയിൻ മാത്രം എടുത്തിട്ടാണ് അവൻ വന്നത്. അത് കണ്ടത് ഇവൻക്ക് അകത്ത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം തോന്നി. സോ അവൻ അവിടെ നിന്ന് പോയതും ഇവൻ ആ കിണറിന്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ അവൻ കൊണ്ടുപോയി വെച്ച ടിഫിൻ ബോക്സ് തുറന്നിട്ട് പോലുമില്ല. അതിനകത്ത് എന്താണുള്ളതെന്ന് തുറന്നു നോക്കി അതിനകത്ത് മാവ് കൊണ്ടുണ്ടാക്കിയ ഒരു പാവയുണ്ട്. അത് ഇവൻ കയ്യിലെടുത്ത അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു വിചിത്രമായ ജീവി വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോയി. ആക്ച്വലി ആ ഫുഡ് അതിന് കൊടുത്താൽ അതിന്റെ പിന്നിലുള്ള ബാഗിൽ നിന്ന് കുറെ സ്വർണ്ണ കോയിൻ കിട്ടും. എന്നാൽ അതിനായിട്ടുള്ള സേഫ്റ്റി എടുത്തിട്ട് വേണം അതിന്റെ അടുത്തേക്ക് പോകാൻ. എന്നാൽ അതറിയാത്ത ഇയാളും അതിന്റെ അടുത്ത് പോയി പെട്ടുപോയി.